ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് മഹാഭാരതത്തിലെ കർണനെ കുറിച്ചാണ്. വസുസേനൻ, അംഗരാജാവ്, സൂതപുത്രൻ, രാധേയ എന്നീ പേരുകളിൽ കർണൻ അറിയപ്പെടുന്നു. ഹിന്ദു ഇതിഹാസമായ മഹാഭാരതത്തിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്നാണ് കർണൻ. സൂര്യന്റെയും രാജകുമാരിയായ കുന്തിയുടെയും മകനാണ് അദ്ദേഹം. ദേവന്മാരിൽ നിന്ന് ആഗ്രഹിച്ച ദിവ്യ ഗുണങ്ങളുള്ള ഒരു കുട്ടിയെ പ്രസവിക്കാനുള്ള വരം കുന്തിക്ക് ലഭിച്ചു. വരം സത്യമാണോ എന്ന് സ്ഥിരീകരിക്കാൻ കുന്തി സൂര്യദേവനെ പ്രാർത്ഥിച്ചു. കൗമാരപ്രായത്തിൽ അവിവാഹിതയായ കുന്തിക്ക് കർണൻ രഹസ്യമായി ജനിച്ചു. വിവാഹത്തിന് മുമ്പുള്ള ഗർഭധാരണത്തെ തുടർന്ന് സമൂഹത്തിൽ നിന്നുള്ള പ്രതിഷേധവും പ്രതികാരവും ഭയന്ന് കുന്തിക്ക് ഗംഗാ നദിയിലെ ഒരു കൊട്ടയിൽ പുതുതായി ജനിച്ച കർണനെ ഉപേക്ഷിക്കേണ്ടി വന്നു. ധൃതരാഷ്ട്ര രാജാവിന് വേണ്ടി ജോലി ചെയ്യുന്ന തേരാളിയും കവിയുമായ തൊഴിലിൽപ്പെട്ട രാധ, അതിരഥ നന്ദന എന്നിവർക്ക് ഗംഗാ നദിയിൽ പൊങ്ങിക്കിടക്കുന്ന കുട്ട കണ്ടെത്തി. ഇവരാണ് കർണനെ വളർത്തുന്നത്. അസാധാരണ കഴിവുകളുള്ള ഒരു സമർത്ഥനായ യോദ്ധാവും കഴിവുള്ള ഒരു പ്രഭാഷകനുമായി കർണൻ വളർന്നു. ദുര്യോധനന്റെ വിശ്വസ്ത സുഹൃത്തായി ദുര്യോധനൻ അദ്ദേഹത്തെ അംഗരാജാവായി നിയമിക്കുന്നു. മഹാഭാരത യുദ്ധത്തിൽ പരാജയപ്പെട്ട ദുര്യോധനന്റെ പക്ഷത്ത് കർണൻ ചേരുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനനെ കൊല്ലാൻ ലക്ഷ്യമിടുന്ന ഒരു പ്രധാന എതിരാളിയാണ് കർണൻ. പക്ഷേ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനനുമായുള്ള ഒരു യുദ്ധത്തിൽ കർണൻ മരിക്കുന്നു. അരിസ്റ്റോട്ടലിന്റെ ദോഷമുള്ള നല്ല മനുഷ്യൻ എന്ന സാഹിത്യ വിഭാഗത്തിന് സമാനമായ രീതിയിൽ മഹാഭാരതത്തിൽ ഒരു ദുരന്ത നായകനാണ് അദ്ദേഹം. ഇതിഹാസത്തിന്റെ അവസാനത്തിൽ അദ്ദേഹം തന്റെ ജൈവിക അമ്മയെ കണ്ടുമുട്ടുന്നു. തുടർന്ന് താൻ പോരാടുന്നവരുടെ മൂത്ത അർത്ഥ സഹോദരനാണെന്നും കണ്ടെത്തുന്നു. തന്നെ സ്നേഹിക്കേണ്ടവരാൽ നിരസിക്കപ്പെടുന്ന, എന്നാൽ സാഹചര്യങ്ങൾ കണക്കിലെടുക്കാതെ വിശ്വസ്തനായ ഒരു സുഹൃത്തായി തന്റെ സ്നേഹവും ജീവിതവും നൽകാൻ തയ്യാറുള്ള അസാധാരണമായ കഴിവുകളുള്ള ഒരു മനുഷ്യനായി മാറുന്ന ഒരാളുടെ പ്രതീകമാണ് കർണൻ. പ്രധാന വൈകാരിക ധർമ്മ പ്രതിസന്ധികൾ ഉയർത്തുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമായി ഇതിഹാസത്തിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇന്ത്യയിലും തെക്കുകിഴക്കൻ ഏഷ്യയിലും ഹിന്ദുകലാ പാരമ്പര്യത്തിലെ നിരവധി ദ്വിതീയ കൃതികൾ, കവിതകൾ, നാടകങ്ങൾ എന്നിവയ്ക്ക് അദ്ദേഹത്തിന്റെ കഥ പ്രചോദനമായി. കർണന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. താങ്ക്